ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കാശിയിലെ മണികർണിക ഘട്ടിലേക്കാണ്. അപ്പം മനസ്സിന് ശക്തിയുള്ളവർ മാത്രം ഈ വീഡിയോ ഇനി അങ്ങോട്ടേക്ക് കാണുക. ഇതാണ് കാശിയിലെ ഫേമസ് ആയിട്ടുള്ള മണികർണിക ഘട്ട്. അപ്പോൾ ഞാൻ കാശിയിൽ വരാനുള്ള പ്ലാനിൽ എൻ്റെ മെയിനായിട്ടുള്ളൊരു ലൊക്കേഷനായിരുന്നു ഈ മണികർണിക ഘട്ട്. ഇവിടെ വരണം, ഇവിടെ ശവങ്ങൾ ദഹിപ്പിക്കുന്നത് കാണണം. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കുക എന്നല്ലാതെ ഒന്നും സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും തോന്നുന്നില്ലായിരുന്നു. കാരണം ഒരു പ്രത്യേക വൈബാണ് അവിടെ. ഇതുവരെ കണ്ട കാശിയുടെ ഒരു മുഖമേ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖം, ഒരു പ്രത്യേക വൈബ്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കൺമുന്നിൽ ഒരുപാട് ചിതകൾ ഇങ്ങനെ എരിയുന്നുണ്ട്. പിന്നെ ഞാൻ ആ നിന്ന ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ 3-4 ഡെഡ് ബോഡികൾ അവിടെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നു. അത് എൻ്റെ കൺമുന്നിലൂടെ കൊണ്ടുപോയി. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇതാ ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു. അത് അടുത്ത ചിതയിൽ വെച്ച് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിനെ നേരെ ഒരു പൂജാരി വരും. അതിനുശേഷം ഇവർ നേരെ കൊണ്ടുപോയിട്ട് ഗംഗയിൽ 3 പ്രാവശ്യം മുക്കി അതിനുശേഷം ചിതയിൽ വെച്ച് ദഹിപ്പിക്കും. അതാണ് ഇവിടുത്തെ പ്രൊസീജിയർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദഹിപ്പിക്കുന്നത് കൊണ്ട് ആൾക്ക് മോക്ഷം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. കാശിയിൽ ആൾക്കാർ വരുന്നത് ഒന്നുകിൽ അവസാന കാലത്ത് മരണപ്പെട്ടാൽ ഇവിടെ നിന്ന് നമുക്ക് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ദഹിപ്പിക്കപ്പെട്ടാൽ മോക്ഷം കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലാണ് പലരും കാശിയിലേക്ക് വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ മരണപ്പെടുന്നത്. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ശവങ്ങൾ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ശവങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ദിവസവും 100-200 ശവങ്ങൾ ഇവിടെ ദഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഈ ഗംഗയിൽ മുങ്ങി നമ്മളെ പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടി ആൾക്കാർ ഇവിടെ കാശിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ മുക്കി അതിനുശേഷം ഇവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മം ഉണ്ടാവാതെ മോക്ഷം കിട്ടും എന്ന ഒരു കഥയാണ് ഇവിടെ കേൾക്കുന്നത്. പിന്നെ ഈ ഒരു മണികർണിക ഘട്ടിൽ ശിവന്റെയും സതീദേവിയുടെയും റിലേറ്റഡ് ആയിട്ട് കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. സതീദേവിയുടെ ശാപമാണ് ഇവിടെ 24 മണിക്കൂറും ജ്വലിക്കുന്ന ചിതയുള്ളത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ലൈഫിനെയും ഡെത്തിനെയും കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിച്ചു പോകും. കാരണം മരിച്ചു കഴിഞ്ഞാൽ എത്ര പൈസക്കാരായാലും എത്ര പാവപ്പെട്ടവനായാലും ഇവിടെ ഇതുപോലെ അങ്ങനെ ഒടുങ്ങിത്തീരുകയുള്ളൂ. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടത് പൈസയുള്ള ആളായാലും പാവപ്പെട്ട ആളായാലും എല്ലാവരും ഒരുപോലെ ഒരേ സ്ഥലത്ത് ഒരേ ചിതയിൽ വെച്ച് ദഹിപ്പിക്കുന്നു എന്നതാണ്. ഇവിടെ ആർക്കും അങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു ഇതും കാണുന്നില്ല. എല്ലാവരും അവർ ശവങ്ങൾ കൊണ്ടുവരുന്നു, ദഹിപ്പിക്കുന്നു, ഇത്രമാത്രം. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശവം എന്ന ഒരൊറ്റ കൺസിഡറേഷനേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഒരു നിമിഷം മാത്രമേ ഞാനും നീയും വലിയവനും ചെറിയവനും ഒക്കെ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലാണ്, ഒരേപോലെ ഒരേ തീയിൽ ദഹിച്ച് തീരാനുള്ള ആൾക്കാരാണ് എന്ന ഒരു വലിയ ചിന്ത എനിക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നു. ഇവിടെ ഇങ്ങനെ നിന്ന ഈ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ആ ശവങ്ങൾ വരുന്നുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മരണത്തിൻ്റെ ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു സങ്കടം, നിലവിളി അല്ലെങ്കിൽ ആൾക്കാരെ സഹതാപം അങ്ങനത്തെ ഒന്നും ഇവിടെ കാണുന്നില്ല. ശവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട്. ആൾക്കാർ അവരുടെ ജോലി പോലെ ഒരു യാന്ത്രികമായി അതങ്ങനെ ചെയ്തു പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ ശ്രദ്ധിച്ചത്, ശവങ്ങൾ ദഹിപ്പിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ടാവും എന്നൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഫീലേ ഇവിടെ ഇല്ല. ശവങ്ങൾ ദഹിപ്പിക്കുന്നത് കാണാനല്ലാതെ അതിൻ്റെ ആ ഒരു സ്മെല്ലോ വൃത്തികേടോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം പല സ്ഥലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് പകുതി കത്തിയ ശവങ്ങളെടുത്ത് ഇവർ ഗംഗയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ മുന്നേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മണികർണിക ഘട്ടിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ ആഘോഷിച്ച് തീർക്കുക. അവസാനം നമ്മൾ ഇതുപോലെ എരിഞ്ഞു തീരാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം അതാണ് എല്ലാം.